ഈ ക്രീം വാങ്ങുന്നത് ബർത്താണോ? ഇത് യൂസ് ചെയ്താൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാകുമോ? ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇറ്റ്സ് മീ അഞ്ജു. വെൽക്കം ടു എലിസ് ഗ്ലോ. ഈ വീഡിയോയിൽ എൻ്റെ ലിപ്പിലുള്ള പിഗ്മെന്റേഷൻ ഒക്കെ മാറാൻ വേണ്ടി ഞാനിപ്പോൾ 6 മാസമായിട്ട് ഒരു ലിപ് ലൈറ്റനിങ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ക്രീമിനെ പറ്റിയുള്ള ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എന്നാൽ നമുക്കിനി നേരെ ടോപ്പിക്കിലോട്ട് വരാം. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രീം എന്ന് പറയുന്നത് ഇതാണ് ലിപ്സ് ലൈറ്റിൻ്റെ ലിപ് ലൈറ്റനിങ് ക്രീമാണ്. ഇത് ഞാൻ ഫാർമസിയിൽ നിന്നാട്ടോ വാങ്ങിയത്. നമ്മൾ സാധാ മെഡിക്കൽ ഷോപ്പില്ലേ, അവിടെ നിന്നാണ് വാങ്ങിയത്. ഇതിൽ റേറ്റ് എഴുതിയേക്കുന്നത് 269 റുപ്പീസ് ആട്ടോ. എനിക്ക് ഏതോ 265 കിട്ടിയത്. ഇത് എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ ഇവിടെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ട്യൂബ് 15 ഗ്രാംസിൻ്റെ ആട്ടോ. ഇതിൽ പിന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ വരുന്നുണ്ട്. കോജിക് ആസിഡ് വരുന്നുണ്ട്, ഗ്ലൈക്കോളിക് ആസിഡ്, ലിക്വറൈസ് എക്സ്ട്രാക്ട്, അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട് കേട്ടോ. ഞാനൊന്നും എല്ലാം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ എനിക്കിത് ഒരു 2.5-3 മന്ത്സോളം ഈ ഒരു ട്യൂബ് നിൽക്കും. കാരണം ഞാൻ ഡെയിലി അപ്ലൈ ചെയ്യാറില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പുറകെ പറയാം. ഇത് എൻ്റെ 3ാമത്തെ ട്യൂബാട്ടോ. ഇതിപ്പം ഞാൻ ഇത് ചെയ്ത് ഓൾമോസ്റ്റ് യൂസ് ചെയ്തു. പിന്നെ ഞാൻ അടുത്തത് വാങ്ങിയതാണ്. പിന്നെ എനിക്കിത് യൂസ് ചെയ്യണം. ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിക്കാവേ. കൺസിസ്റ്റൻസി വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ഈ ഒരു ടെക്സ്ചറിൽ വരുന്നത്. കുറച്ച് തിക്കാട്ടോ, തിക്ക് ഫോമിലാണ് വരിക. ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പം കുറച്ച് തിക്കായിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് എന്താ, നല്ല മോയ്സ്ചറായിട്ട് നിൽക്കും ലിപ്സ്. രാവിലെ വരെ നല്ല മോയ്സ്ചറായിട്ട് നിൽക്കും. ഈ 6 മാസങ്ങൾക്ക് മുമ്പുണ്ടല്ലോ, ഞാൻ എൻ്റെ ലിപ്സിന് ഒരു കെയറും കൊടുത്തിട്ടില്ല കേട്ടോ. ഒരു കെയറും കൊടുത്തിട്ടില്ല. നല്ലൊരു SPF ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടില്ല. പിന്നെ ഇതുപോലത്തെ ലിപ്സ് ലൈറ്റനിങ് ക്രീംസ് അപ്ലൈ ചെയ്തിട്ടില്ല. ഒന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. മെയിനായിട്ട് നല്ല ലോങ് ലാസ്റ്റിംഗ് ലിപ്സ്റ്റിക്ക് അതിന് ഒരു യൂസ് ചെയ്യും. എനിക്ക് എപ്പോഴും നല്ല ലിപ്സ്റ്റിക്ക് വേണം കേട്ടോ. അതായത് നല്ല പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് വേണം. പിന്നെ നല്ല സൺ എക്സ്പോഷർ എൻ്റെ ചൂണ്ടിന് ലിപ്സിന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ആയിരിക്കും മെയിനായിട്ട് ഡാർക്കൻ ആകാനുള്ള കാരണം. ലിപ്സ് നല്ല പിഗ്മെന്റഡ് ആയതിനു ശേഷമായിട്ട് എനിക്കൊരു ബോധോദയം വന്നേ. അങ്ങനെ ഞാൻ കുറേ റിസർച്ച് നടത്തി, യൂട്യൂബിൽ കൂടെ തന്നെ നടത്തിയത്. അങ്ങനെ കുറേ ഡെർമറ്റോളജിസ്റ്റ് ഉണ്ട്. അപ്പം ഈ ക്രീമിനെ പറ്റി സജസ്റ്റ് ചെയ്യുന്നു, നല്ല റിവ്യൂസ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത്. ഫസ്റ്റ് ടൈം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങാൻ വേണ്ടി നോക്കിയായിരുന്നു കേട്ടോ. പക്ഷേ ഇതിനകത്ത് ആമസോണിൽ കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു കാണിച്ച്. മെഡിക്കൽ ഷോപ്പിൽ കിട്ടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ വേറെ കുറേ വീഡിയോസ് കണ്ടപ്പോൾ മെഡിക്കൽ ഷോപ്പിലും കിട്ടും. അങ്ങനെ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചാൽ അങ്ങനെ അവിടുന്ന് വാങ്ങി. ഇനി ഈ ക്രീം യൂസ് ചെയ്തിട്ട് എൻ്റെ ലിപ്സിലുണ്ടായ ചേഞ്ചസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട്, ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറില്ലെന്ന്. കാരണം യൂട്യൂബിൽ കുറേ ഡോക്ടേഴ്സ് പറയുന്നുമുണ്ട് ഡെയിലി ഇത് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, അതായത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ അപ്ലൈ ചെയ്താൽ മതിയെന്ന്. അങ്ങനെ കണ്ടു. പിന്നെ എനിക്കിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ബേണിങ് സെൻസേഷൻ പോലെ എനിക്ക് അങ്ങനെ എന്തോ ഫീൽ ചെയ്തു. അപ്പം ആ ഒരു കാരണം കൊണ്ട് ഞാൻ ഡെയിലി അപ്ലൈ ചെയ്യാറില്ല. ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെയാണ് അപ്ലൈ ചെയ്യാറ്. പിന്നെ ഇപ്പം മെയിനായിട്ടും സമയക്കുറവ്, പിന്നെ മറന്നു പോകുന്നു. ആ കാരണം കൊണ്ട് ഉണ്ട് കേട്ടോ. ഈ ക്രീം ഞാൻ നൈറ്റ് ടൈം മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ കേട്ടോ. ഡേ ടൈം അപ്ലൈ ചെയ്യാറില്ല. പിന്നെ ഡേ ടൈം നല്ലൊരു SPF ലിപ് ബാം മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. എനിക്ക് ഈ ക്രീം യൂസ് ചെയ്ത ഒരു 3 വീക്സിന് ശേഷമാട്ടോ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് വരാൻ തുടങ്ങിയത്. റിസൾട്ട് എന്ന് പറയുമ്പം നിങ്ങൾ ഈ പിങ്കിഷ് ലിപ്സ് ഒന്നും പ്രതീക്ഷിക്കരുത്. നമ്മുടെ ലിപ്സിന് ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളർ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു കളർ നമുക്ക് കിട്ടും. കളർ എന്ന് വെച്ചാൽ പെട്ടെന്നല്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. 3 വീക്സ് കൊണ്ട് കിട്ടത്തില്ല, ഡിഫറൻസ് വരാൻ തുടങ്ങും. ഈ ക്രീം യൂസ് ചെയ്തപ്പം എൻ്റെ ലിപ്സ് നല്ല മോയ്സ്ചർ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ രണ്ട് സൈഡിലായിട്ട് നല്ല ഡാർക്കനായിരുന്നു ലിപ്സ്. അത് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്, ചേഞ്ചസ് സംഭവിച്ചു. പിന്നെ ഞാൻ ഈ ക്രീം യൂസ് ചെയ്യാത്ത ദിവസം ഞാൻ രാത്രിയിൽ കിടക്കുമ്പം നൈറ്റ് ടൈം നല്ലൊരു ലിപ് ബാം അപ്ലൈ ചെയ്യും. എനിക്ക് ഈ ക്രീം എന്തായാലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. എൻ്റെ ലിപ്സിലുള്ള പിഗ്മെന്റേഷനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലിപ്സ് നല്ല മോയ്സ്ചർ ആയിട്ടുണ്ട്. അപ്പം ഞാനിത് എന്തായാലും ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതെൻ്റെ ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.